അല്ലാതെ ലൈഫിൽ ഒരു ഗ്രോത്ത് വന്നത് അല്ലെങ്കിൽ ഒരു ടേണിംഗ് അല്ലാതെ ഗ്രോത്ത് വന്നായിരുന്നു. ആദ്യത്തെ ഗ്രോത്ത് വരുന്ന ഒരു 14-15 വയസ്സായ സമയത്താണ്. പിന്നെ ഒരു 20 വയസ്സ് വരെ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു. ബോഡിക്ക് ടോട്ടാലിറ്റിയില് ഫിസിക്കൽ ഗ്രോത്ത്. അതിനുശേഷം എനിക്കൊരു ഗ്രോത്ത് ഉണ്ടാകുന്നത് ഇപ്പോഴാ. എന്നിട്ട് അപ്പുറത്തെ ഫ്ലാറ്റ് മേടിച്ചിട്ടായിരുന്നു. അങ്ങനെ അത് അവിടെ താമസിച്ചു. അങ്ങനെ അവിടെ റെന്റിന് കുറെ കാലം താമസിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് വീണ്ടും നമുക്ക് സാമ്പത്തികമായിട്ട് മുന്നോട്ട് പോക്കൊന്നും ഇല്ലാതെ ഇങ്ങനെ സിനിമയുടെ കാര്യങ്ങളിൽ എനിക്ക് കൺഫ്യൂഷൻ, ഇനി അടുത്ത ഏത് പടം എടുക്കണം. അപ്പം എനിക്ക് ആരെയും ബോധിപ്പിക്കാൻ വേണ്ടി സിനിമ എടുക്കണമെന്നോ അല്ലെങ്കിൽ നമ്മുടെ അടിവരുടെ കണക്കുള്ള വിഹൻ വുഡ്സിന് ഇന്റർവ്യൂ കൊടുക്കാൻ വേണ്ടി സിനിമ എടുക്കണമെന്ന് എനിക്ക് വലിയ താല്പര്യമില്ല. സിനിമ നമ്മുടെ മനസ്സിൽ അല്ല അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് വരും, നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അതല്ലല്ലോ സിനിമ. നമ്മൾ അങ്ങനെ ഞാൻ പറഞ്ഞത് ബിഗ് ബോസ് വരുന്നതിന് തൊട്ട് മുമ്പുള്ള എൻ്റെ ഒരു തോട്ടിൽ സിനിമയെക്കുറിച്ച് ഇങ്ങനെയുള്ള കൺഫ്യൂഷൻസും കാര്യങ്ങളും നിൽക്കുന്നു. പക്ഷേ വരുമാനമില്ല. വരുമാനം ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ തന്നെ 1.5-2 ലക്ഷം രൂപ ആവറേജ് വേണം. കാരണം 2 ഫ്ലാറ്റിൽ നിന്ന് റെൻറ്റ് കൊടുക്കണം, പിന്നെ വീട്ടിൽ വണ്ടിയുടെ CC അങ്ങനെ വണ്ടി എണ്ണ അടിക്കൽ, പിള്ളേരെ പഠിത്തം, അത്രയും പൈസ വരും. അപ്പോൾ അങ്ങനെ അതൊക്കെ കിട്ടുന്നുണ്ട് താനും, അത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് പോകുന്നു. പക്ഷേ നെക്സ്റ്റ് മന്ത് എന്താണെന്ന് യാതൊരു ഐഡിയ ഇല്ല. അടുത്ത മാസത്തേക്കുള്ള പൈസ ഒന്നും ഇവക്കാണെങ്കിൽ ഇതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ബിഗ് ബോസിലേക്കുള്ള കോൾ വരുന്നത്. ആ സമയത്ത് ഞാനപ്പോൾ ഈ ഫ്ലാറ്റ് ഒന്ന് വിടണമെന്നൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. താഴെ താമസം ഫ്ലാറ്റ് വിടണമെന്ന് പ്ലാൻ ചെയ്തിട്ടല്ല ഇരിക്കുന്നത്. കാര്യം അവിടെ പോയാൽ 20 ദിവസം പോലും നിൽക്കാൻ പറ്റും നമുക്ക് പ്രതീക്ഷയില്ലല്ലോ. പോയിട്ട് ഇനി തിരിച്ചു വരുമല്ലോ. അപ്പോഴാണ് ഇവിടെ താഴെ ഇവിടുത്തെ ഫ്ലാറ്റിൽ തന്നെ കുറച്ച് ആൾക്കാരുമായിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടാകുന്നത്. അസോസിയേഷൻ എന്തായാലും എനിക്കൊരു പഴയ BMW ഒരു ഡൽഹി വണ്ടി ഉണ്ടായിരുന്നു. ഞാൻ ആ വണ്ടി മേടിച്ചുകൊണ്ട് വന്നപ്പോൾ എൻ്റെ പുറകെ വെഹിക്കിള്. അപ്പോൾ വെഹിക്കിളാണെന്ന് ഞാൻ അറിയുന്നില്ല. കണ്ടിന്യൂസ് കിടന്ന് ഫോൺ അടിക്കുക എൻ്റെ പുറകെ. ഞാൻ കരുതുന്നു വണ്ടിയുടെ ഡിക്കിയും കണ്ട് തുറന്ന് കിടപ്പുണ്ട്. ആരോ ഫോൺ അടിച്ചിട്ട് മര്യാദയ്ക്ക് വണ്ടി ഓടിച്ച് സുഹൃത്തെ ഡിക്കി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇവിടെ കാക്കനാടുന്ന് പുള്ളി വണ്ടി ഓടിച്ച് ഫ്ലാറ്റിൽ വന്ന് കയറി. എന്നിട്ട് ഇറങ്ങി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് ഞാൻ അന്നേരം വെഹിക്കിളാണ്. ഞാൻ പറഞ്ഞു സാറേ എന്തായാലും അല്ല ഈ വണ്ടിക്ക് കുറച്ച് കംപ്ലയിൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു എന്താണ്? ഇത് ടാക്സ് അടച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ശരി നമുക്കെങ്കിൽ അങ്ങോട്ട് ഗസ് പാർക്കിങ്ങിൽ നിന്ന് സംസാരിക്കാം. വണ്ടി ഗസ് പാർക്കിങ്ങിലോട്ട് ഇട്ടു. എന്നാൽ പുള്ളി വീണ്ടും വന്നിട്ട് എന്താ പേര്? ഞാൻ പറഞ്ഞു അഖിലൊരു കാര്യം ചെയ്യൂ, അഖിൽ വണ്ടി എടുത്തുകൊണ്ട് എൻ്റെ പുറകെ വരും. ഞാൻ ചോദിച്ചു വണ്ടി എടുത്തുകൊണ്ട് ഇയാളുടെ പുറകെ വരാൻ ഇയാളുടെ വേലക്കാരനാണ്. അപ്പോൾ പുള്ളി പെട്ടെന്ന് എന്തോ അങ്ങനെ ഓഫീസറായാലും മര്യാദയ്ക്ക് സംസാരിക്കണം. വണ്ടി എടുത്തുകൊണ്ട് പുള്ളിയുടെ പുറകെ വരാൻ പറയാൻ പുള്ളി ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പുറകെ വരാൻ ഞാൻ പുള്ളിയുടെ വിലക്കാരൻ ഇയാൾ ഡ്രൈവറാണെന്ന് ചോദിച്ചു. പുള്ളി നല്ല മനസ്സിലായില്ല. ഞാൻ പറയാം വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പുറകെ വരാൻ പറഞ്ഞു. അതാണ് എനിക്ക് മനസ്സിലാകാത്ത. പുള്ളി പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല എന്നോ കംപ്ലയിൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു എന്താ കംപ്ലയിൻസ് പോലെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോയോ, കഞ്ചാവ് കടത്തിയോ, ചാരായം കടത്തിയോ, എന്തിനകത്ത് കംപ്ലയിൻറ്റ്? ടാക്സ് ഇല്ല നിങ്ങളുടെ താരം. ഈ വണ്ടിക്ക് ഡൽഹി ടാക്സ് ഉണ്ടല്ലോ, കേരളത്തിൽ ടാക്സ് ഇല്ല. അങ്ങനെ സംസാരിക്കും. കേരളത്തിൽ ടാക്സ് ഇല്ല, ഈ വണ്ടി കേരളത്തിൽ ഉപയോഗിക്കുന്നില്ല. ഞാൻ ഈ വണ്ടി അങ്ങ് തിരിച്ച് ഡൽഹി കൊണ്ടുപോകാം. അപ്പം പുള്ളി അല്ല അതല്ല ഈ വണ്ടി കുറേ നാൾ ഇവിടെ ഞാൻ കണ്ടു. ഞാൻ പറഞ്ഞു എൻ്റെ പൊന്നു സാറേ അത് ഞാൻ തിരിച്ചു കൊണ്ടുപോകാം. ഞാൻ ഇവിടെ ടാക്സ് അടിച്ച് എനിക്ക് ഉപയോഗിക്കാൻ വലിയ പ്ലാനൊന്നുമില്ല. ഞാൻ പറഞ്ഞു ഇതൊരു 2010 വണ്ടിയായത്. ഇതിന് മാക്സിമം പോയാൽ 2 വർഷത്തെ ടാക്സ് ഇവിടെ പെൻഡിങ് ഉണ്ട്. ഇനി ഇവിടെ അടച്ചാൽ തന്നെ ഉത്തം വണ്ടിയിൽ ഇവിടെ കിടന്ന് ഓടുന്നുണ്ട്. പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ഉൾപ്പെടെ ടാക്സ് വെട്ടിച്ച വണ്ടി ഓടുന്നുണ്ട്. സാർ അതൊക്കെ പോയി പിടിക്കും. സാർ ഈ കാണിച്ച് ആവേശം അത് കാണിച്ചൊക്കെ പറഞ്ഞ് ഞാൻ പുള്ളിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഈ പുള്ളി പറഞ്ഞാൽ ഞാൻ കയറി പോയിരുന്നു. പുള്ളി പറഞ്ഞൊന്നും കേട്ടില്ല. ഞാൻ പറഞ്ഞു ഈ വണ്ടി ഇവിടെ കിടക്കും, പക്ഷേ നിങ്ങൾക്കൊരു മണ്ടത്തരം പറ്റും, നിങ്ങൾ റോട്ടി വെച്ച് പിടിച്ചായിരുന്നു നിങ്ങൾ ബുദ്ധിമാനാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് ഫ്ലാറ്റ് വന്നിട്ട് എന്തോ ഉണ്ടാക്കാനാണ്? റോട്ടി വെച്ച് പിടിച്ചാലല്ലേ വെഹിക്കിളിൻ്റെ റോഡ് വണ്ടി ഫ്ലാറ്റ് കിടക്കില്ലയോ? അപ്പം പുള്ളിക്ക് വണ്ടി അകത്ത് കിടക്കും. ഇനി എന്തോ ചെയ്യാൻ പറ്റും? ഞാൻ ഈ വണ്ടി എടുക്കുന്നില്ല, ഇവിടെ കിടക്കുക. റോട്ടി ഇറങ്ങുമ്പോൾ വേണമെങ്കിൽ പിടിച്ചോ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ.